നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടക്കാനാവാത്ത ദേഷ്യത്തില് നെയ്മർ ജൂനിയർ അലറി വിളിച്ചു കരഞ്ഞു. സാന്റോസിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇന്നലത്തെ സാന്റോസ് വേഴ്സസ് റെമോ മത്സരം യെല്ലോ കാർഡ് കൊടുത്തു നെയ്മർക്ക് റഫറി. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ നെയ്മർ ജൂനിയർക്ക് ഫ്ലമിംഗോക്കെതിരെയുള്ള അടുത്ത മത്സരം കളിക്കാൻ പറ്റില്ല. നെയ്മർ കളിക്കണമെന്നേറെ ആഗ്രഹിച്ച മത്സരമാണ് നഷ്ടപ്പെടുന്നത്. അതിൽ അദ്ദേഹത്തിന് വലിയ ദേഷ്യമുണ്ട്, നിരാശയുണ്ട്. അത് അദ്ദേഹം കളിക്ക് ശേഷം തന്നെ റഫറിയെ പരിഹസിച്ചുകൊണ്ട് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ അദ്ദേഹം അതിനുശേഷം ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് വലിയ രൂപത്തിൽ തന്നെ നിരാശ പ്രകടിപ്പിച്ചു എന്ന റിപ്പോർട്ട് ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. നെയ്മർ ക്രൈഡ് വിത്ത് റേജ് ഇൻ ദി ലോക്കർ റൂം ആഫ്റ്റർ ദി മാച്ച് അഗെയിൻസ്റ്റ് റെമോ ബിക്കോസ് ഓഫ് ദി യെല്ലോ കാർഡ് ഹി റിസീവ്ഡ് എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അദ്ദേഹത്തിന് അടുത്ത മത്സരം കളിക്കണമായിരുന്നു. ഫ്ലെമിംഗോക്കെതിരെയുള്ള മത്സരം കളിക്കാൻ അത്രയധികം അദ്ദേഹം ആഗ്രഹിച്ചതാണ്. തൻ്റെ മികവ് ബ്രസീലിലെ മികച്ചൊരു ക്ലബിനെതിരെ കളിച്ചുകൊണ്ട് തൻ്റെ ഫിസിക്കൽ റെഡിനെസ് ഒരിക്കൽ കൂടി ആഞ്ചലോട്ടിയുടെ മുമ്പിൽ തെളിയിക്കാനുള്ള അവസരമായിരുന്നു അതാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. ആ കളി മാത്രമല്ല, നെയ്മർ അതിന് ശേഷമുള്ള മത്സരവും കളിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. 2 കളികൾ അടുപ്പിച്ച് നെയ്മർ മിസ് ചെയ്യാൻ പോകുന്നു. ഒന്ന് ഈ പറഞ്ഞ ഫ്ലെമിംഗോക്കെതിരെ നടക്കുന്ന ബ്രസീലിയറോ സീരിയയിലെ മത്സരം, അതിനുശേഷം കോപ്പ സുഡാമേരിക്കാനയിൽ അവർക്ക് മത്സരമുണ്ട്. അത് ഡിപ്പോർട്ടീവ ക്യുയാൻക എന്ന് പറയുന്ന ഇക്കഡോറിയൻ ക്ലബിനെതിരെയാണ്. ട്രാവൽ ചെയ്ത് പോയി കളിക്കണം. ആ മത്സരത്തിന് പോവേണ്ടതില്ല എന്ന് നെയ്മർ ജൂനിയർ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തുടർച്ചയായ 2 മത്സരങ്ങൾ നെയ്മർക്ക് വീണ്ടും നഷ്ടപ്പെടാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ നെയ്മർ കീ മത്സരങ്ങൾ മാത്രം കളിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. സാന്റോസ് ഇതിനോട് ഇത് അംഗീകരിച്ചിട്ടുമുണ്ട്. മെയ് 18 വരെ അങ്ങനെ പോകൂ. മെയ് 18-നാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോളപ്പ്, വേൾഡ് കപ്പിനുള്ള കോളപ്പ് ഉള്ളത്. നെയ്മർ മെയ് 18 മുമ്പ് ഒരു ഇഞ്ചുറി പറ്റുന്നതിന് ശരിക്കും ഭയക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് വേൾഡ് കപ്പിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പുറത്തുപോക്കിന് കാരണമാകും എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഭയക്കുന്നുണ്ട് എന്നുകൂടി ബ്രസീലിയൻ പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.